നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ. ആവേശകരമായ ഫൈനലിൽ കരുത്തരായ ബാംഗ്ലൂരു FC-യെ 2-1 മോഹൻ ബഗാൻ തോൽപ്പിച്ചത്. ഗോൾ ഒഴിഞ്ഞു നിന്ന ആദ്യ പകുതിക്ക് ശേഷം ആദ്യം ലീഡെടുത്തത് ബാംഗ്ലൂരു FC ആണെങ്കിലും ഗോൾ മടക്കി മോഹൻ ബഗാൻ ഒപ്പമെത്തി. നിശ്ചിത സമയത്ത് തുല്യത പുലർത്തിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. 96-ാം മിനിറ്റിൽ ജാമി മക്ലാരൻ നേടിയ ഗോളിൽ മോഹൻ ബഗാൻ കിരീടം നേടുകയായിരുന്നു. ഗോൾ രഹിതമായാണ് ആദ്യ പകുതി അവസാനിച്ചത്. ബാംഗ്ലൂരു FC-യുടെ ആധിപത്യമായിരുന്നു ആദ്യ പകുതിയിൽ കാണാനായത്. 64% പന്തടക്കി വെച്ച ബാംഗ്ലൂരു 3-നെതിരെ 10 ഗോൾ ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യം മാത്രം അകന്നു നിന്നു. തുടക്കം മുതൽ മികച്ച ആക്രമണമാണ് ബാംഗ്ലൂരു കാഴ്ചവെച്ചത്. എന്നാൽ ലഭിച്ച അവസരങ്ങളിൽ മോഹൻ ബഗാനും മികവ് കാട്ടി. എന്നാൽ പ്രതിരോധ നിരയുടെ മികവ് ഇരു ടീമിനും ആദ്യ പകുതിയിൽ ഗോൾ നിഷേധിച്ചു. 5-ാം മിനിറ്റിലായിരുന്നു മോഹൻ ബഗാന്റെ ആദ്യ മുന്നേറ്റം. മൻവീർ പന്തുമായി കുതിച്ചെങ്കിലും ഗോളാവുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്തു. 9-ാം മിനിറ്റിൽ മോഹൻ ബഗാന്റെ ജാമി മക്ലാരന്റെ ഒരു മുന്നേറ്റമുണ്ടായി. താരത്തിന്റെ ഷോട്ട് ബാംഗ്ലൂരു ഗോളി ഗുർപ്രീത് സിംഗ് സന്ധു സേവ് ചെയ്തു. 14-ാം മിനിറ്റിൽ ബാംഗ്ലൂരുവിന്റെ ഒരു കുതിപ്പുണ്ടായി. എന്നാൽ അപകടം സൃഷ്ടിക്കും മുമ്പ് അനിരുദ്ധ് താപ്പ ബ്ലോക്ക് ചെയ്ത് മോഹൻ ബഗാനെ രക്ഷിച്ചു. 20-ാം മിനിറ്റിൽ ബാംഗ്ലൂരുവിന്റെ അടുത്ത മുന്നേറ്റമുണ്ടായത്. സുനിൽ ഛേത്രി ഹെഡറിലൂടെ ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും സുഭാഷിഷ് ബോസിന്റെ ബ്ലോക്ക് മോഹൻ ബഗാനെ രക്ഷിച്ചു. കൂടുതൽ സമയം പന്തടക്കി വെച്ച് ആധിപത്യം കാട്ടാനാണ് ബാംഗ്ലൂരു ശ്രമിച്ചത്. എന്നാൽ ഇരു ടീമിന്റെയും പ്രതിരോധവും ഗോൾ കീപ്പർമാരും മികവ് കാട്ടിയതോടെ ഗോൾ ആദ്യ പകുതിയിൽ അകന്നു നിന്നു. സന്ദർശകരായ ബാംഗ്ലൂരു മോഹൻ ബഗാനെ വിറപ്പിക്കുന്ന പ്രകടനമാണ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചതെന്ന് പറയാം. രണ്ടാം പകുതിയുടെ തുടക്കം തന്നെ ബാംഗ്ലൂരുവിന്റെ അധ്വാനത്തിന് ഫലം കണ്ടു. ആദ്യ പകുതിയിലെ ആധിപത്യത്തിന്റെ ഫലമെന്നോണം 50-ാം മിനിറ്റിൽ ബാംഗ്ലൂരു മുന്നിലെത്തി. സെൽഫ് ഗോളിനാണ് ബാംഗ്ലൂരു മുന്നിലെത്തിയത്. മോഹൻ ബഗാൻ താരം ആൽബർട്ടോ റോഡ്രിഗസിന് പിഴച്ചപ്പോൾ പന്ത് സ്വന്തം വലയിൽ കയറുകയായിരുന്നു. ക്രോസിനെ പ്രതിരോധിക്കാനുള്ള റോഡ്രിഗസിന്റെ ശ്രമം പാളിയപ്പോൾ ഗോളി വിശാൽ കെയ്ത്തിനെ മറികടന്ന് പന്ത് വലയിലാവുകയായിരുന്നു. ഗോൾ വഴങ്ങിയതിന് പിന്നാലെ മോഹൻ ബഗാൻ ചില മാറ്റങ്ങൾ വരുത്തി. താപ്പയെ പിൻവലിച്ച് അബ്ദുൽ സമദിനെയും കൊളാക്കോയെ മാറ്റി ആഷിഖ് കുരുണിയെയും കളത്തിലിറക്കി. കടുപ്പിച്ച് ബാംഗ്ലൂരു മോഹൻ ബഗാനെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ പൊരുതിക്കളിച്ച മോഹൻ ബഗാന് 72-ാം മിനിറ്റിൽ പെനാൽറ്റി ഭാഗ്യമെത്തി. കിക്കെടുത്ത ജേസൺ കുമ്മിങ്സിന് പിഴച്ചില്ല. ഇതോടെ 1-1 തുല്യതയിലേക്ക് മത്സരമെത്തി. നിശ്ചയിച്ച സമയത്ത് ഇരു ടീമും 1-1 എന്ന നിലയിൽ തുടർന്നതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. ജയം പിടിച്ച് മോഹൻ ബഗാൻ തിരിച്ചു വന്നതാണ് എക്സ്ട്രാ ടൈമിൽ കാണാനായത്. 96-ാം മിനിറ്റിൽ മത്സരത്തിന്റെ വിധി കുറിച്ച ഗോൾ പിറന്നു. ജാമി മക്ലാരൻ മോഹൻ ബഗാനായി വല കുലുക്കി. പിന്നീടുള്ള സമയത്ത് പ്രതിരോധിച്ച് കളിച്ച മോഹൻ ബഗാൻ 2-1 ത്രില്ലിംഗ് ജയം നേടുകയായിരുന്നു. മോഹൻ ബഗാന്റെ രണ്ടാം ISL കിരീടമാണിത്. 2022-23 സീസണിലും ബാംഗ്ലൂരുവിനെ തോൽപ്പിച്ച് കപ്പ് നേടാൻ മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട്.